CMRL അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീണ വിജയനെതിരെയുള്ള കേസുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടാണ്. ED അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പുതിയ തലത്തിലോട്ട് അന്വേഷണങ്ങൾ എത്തി. അപ്പം ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും ഒക്കെ പ്രതിസന്ധി വരാനുള്ള സാധ്യത കാണുന്നില്ലേ? പിന്നെ അവർക്ക് രണ്ടുപേർക്ക് മാത്രമാണോ? പാർട്ടിക്ക് പ്രതിസന്ധി ആയില്ലേ? അതുണ്ട്. പാർട്ടി പ്രവർത്തകർ എവിടെ കൊണ്ട് ന്യായീകരിക്കാനാണ്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പാർട്ടി പ്രവർത്തകർക്ക് ന്യായീകരിക്കാൻ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? എങ്ങനെ ന്യായീകരിക്കുന്നേ? സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കൂ. ഒരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. ഇവിടെ സംഭവിച്ചത് എന്താ? ഇതിനകത്ത് മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവി ഇനി അനിശ്ചിതത്വത്തിലാണ്. പുള്ളി ഇനി വേറെ ഏതെങ്കിലും പാർട്ടി തിരഞ്ഞു പോകേണ്ടി വരും. പുള്ളിക്ക് ഇനി നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലെങ്കിലും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പുള്ളി വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പുള്ളിയുടെ ലൈഫിലുണ്ടായ ഏറ്റവും വലിയ അബദ്ധം എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് ശക്തമായ രാഷ്ട്രീയ അടിസ്ഥാനമുള്ള അടിത്തറയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അച്ഛൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം നല്ല SFI മുതലുള്ള ബാലസംഘം മുതൽ SFI, DYFI, CPM എന്ന് പറയുന്ന കൃത്യമായ ഒരു ഓർഡറിൽ വന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന, എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ അദ്ദേഹം സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവ് കൂടിയായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ അബദ്ധം പറ്റിപ്പോയത് വീണ തൈക്കട്ടിയിൽ എന്ന് പറയുന്ന ഒരാളുമായിട്ടുള്ള വിവാഹമാണ് എന്ന് ഞാൻ പറയും. ആ വിവാഹത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു വലിയ പ്രസക്തി നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ പിണറായി വിജയന്റെ മരുമോൻ ആയില്ലായിരുന്നെങ്കിൽ, അദ്ദേഹം മന്ത്രിയായിരുന്നെങ്കിൽ എല്ലാവരും അംഗീകരിച്ചേനെ. പിണറായി വിജയന്റെ മരുമോനല്ലായിരുന്നു എന്ന് കരുതുക, അദ്ദേഹം മന്ത്രിയാവുന്നു, ഈസിയായിട്ട് കേരളത്തിലെ യുവജനങ്ങൾ ഏറ്റെടുത്തേനെ. കാര്യം എന്താ? അദ്ദേഹം ആ സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത്രത്തോളം വലിയ പ്രവർത്തനങ്ങളായിരുന്നു. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് ഇൻചാർജ് ആയതിനു ശേഷം ഇവിടുത്തെ PWD റെസ്റ്റ് ഹൗസുകളുടെ ഒക്കെ മുഖച്ഛായ തന്നെ മാറി. അത് പറയാതിരിക്കാൻ പറ്റില്ല. അന്ന് അവിടെ അഴുക്കുചാലുകൾ ഉണ്ടായിരുന്നതെല്ലാം ഒഴിവാക്കി ഇന്ന് അവിടെ എല്ലാം നന്നായി പ്രവർത്തിക്കുന്ന ക്യാൻറ്റീനുകൾ വരെ വന്നു. റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് ഹൗസ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള തരത്തിലേക്ക് അതിനെ മാറ്റിക്കൊണ്ട് PWD റെസ്റ്റ് ഹൗസുകളെ മുഖച്ഛായ മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. നമ്മുടെ ദേശീയപാത 66 ബന്ധപ്പെട്ട് വികസനത്തിൽ മുഹമ്മദ് റിയാസിന്റെ പങ്ക് കാലം എത്ര കഴിഞ്ഞാലും അത് നിലനിൽക്കുന്നത് തന്നെയാണ്. ഏറെക്കാലമായി നടക്കാതിരുന്ന ആലപ്പുഴ ബൈപ്പാസ് എന്ന് പറയുന്ന സാധനം നടപ്പിലായത് മുഹമ്മദ് റിയാസിന്റെ കാലത്താണ്. അപ്പം മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു മന്ത്രിക്ക് അദ്ദേഹം ചെയ്തു കൂട്ടിയ നന്മകളെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ നല്ല കാര്യങ്ങളെല്ലാം ഈ ഒറ്റ കേസോട് കൂടി ഇല്ലാതായി എന്ന് പറയുന്നതാണ്. പലരും പറയുന്ന ഒരു തിരുട്ട് കുടുംബമാണെന്ന് പറയുന്നത്. നമ്മൾ ഈ തിരുട്ട് ഗ്രാമം എന്നൊക്കെ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തെ വിളിക്കും എന്ന് പറയുന്ന ഒരു തിരുട്ട് കുടുംബം എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഇപ്പം നോക്കിക്കോളൂ, ഇപ്പം ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വീണ വിജയന് ഷെയർ ഉണ്ട്. ഇതൊരു ഷെൽ കമ്പനിയാണ്. അപ്പൊ EDയുടെ ഒരു ഷെൽ കമ്പനി. എന്നാൽ ഷെൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കടലാസിൽ മാത്രമുള്ള ഒരു കമ്പനി, വെറും കടലാസ് മാത്രം. അപ്പൊ എന്തിനാണ്? അപ്പൊ അല്ലാതെ അവിടെ എംപ്ലോയീസ് ഉണ്ടാവില്ല. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു പിടിയില്ല. നിലവിൽ എനിക്ക് തോന്നുന്നു ഈ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് ഇതിന്റെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇതിന് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ കഴിയും. ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതുകൊണ്ടാണ് ഈ ഷെൽ കമ്പനി എന്ന് വിളിക്കുന്നത്. അപ്പം ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ സ്വീകരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പണം ക്രയവിക്രയം ചെയ്യാം, ട്രാൻസാക്ഷൻസ് നടത്താം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഓഫീസ് ഉണ്ടാവില്ല. ഷെൽ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, നമുക്ക് വേണമെങ്കിൽ ഷെൽ കമ്പനി ഉണ്ടാക്കാം. അതായത് നമുക്ക് പിന്നെ ഓഫീസ് വേണമെന്നില്ല, എംപ്ലോയീസ് വേണ്ട, പിന്നെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇത്ര വേണമെന്നുള്ളത് വേണ്ട. പേപ്പറിൽ മാത്രം ഇതൊരു കമ്പനിയായിട്ട് പ്രവർത്തിക്കും. കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന നിലയിൽ അത് മുന്നോട്ട് പോകും. പക്ഷേ ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. മറ്റൊരാൾക്ക്, അതായത് ഇപ്പം കോടിക്കണക്കിന് രൂപ ഉണ്ട്, അയാൾക്ക് കണക്കിൽ കവിഞ്ഞ സ്വത്തുണ്ട്, അയാൾക്ക് ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ഒരു വിഹിതമാക്കി ലാഭവിഹിതം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് പുള്ളി തന്നിരിക്കുന്ന പണം പുള്ളി ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പൊ ഒരു 10, 60, 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഈ പണത്തിൽ നിന്ന് ഓരോ വിഹിതമായിട്ട് പുള്ളിക്ക്, അപ്പൊ പുള്ളി ഇതിന്റെ ഷെയർ ഹോൾഡറാണ്, അല്ലെങ്കിൽ പുള്ളി ഇത് പർച്ചേസ് ചെയ്തോ അല്ലെങ്കിൽ ഷെയർ മേടിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നിട്ട് പുള്ളിക്ക് നമുക്ക് പൈസ തിരിച്ചു കൊടുത്താൽ മതി. കാര്യം ഈ ബ്ലാക്ക് വൈറ്റ് ആയി. മനസ്സിലായില്ലേ? ഈ രീതിയിൽ വേണമെങ്കിലും സാമ്പത്തിക ക്രമക്കേടുകൾ നടത്താൻ കഴിയുന്നതാണ് ഈ ഷെൽ കമ്പനി. അതുകൊണ്ട് തന്നെയാണ് 15 ലക്ഷത്തി ചില്ലുവാൻ രൂപ ഈ കമ്പനിയുടെ ED മരവിപ്പിച്ചത്.
ഇനിയും ഇതിനകത്ത് അപ്പം വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, വീണ ടി എന്ന് പറയുന്ന ആള് എന്തൊക്കെ ഉടായ്പകൾ കാണിച്ചു എന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട CMRL എന്താണ്. CMRL കമ്പനി അത് ഈ പറയുന്ന തീരദേശത്ത് കരിമണൽ കടത്തുന്നതിന് വേണ്ടിയിട്ട് കർത്തയുടെ കമ്പനിയാണത്. അപ്പോൾ ശശിധരൻ കർത്തയുടെ കമ്പനിയാണ്. ഈ കമ്പനി എന്തിനു വേണ്ടി രൂപീകരിച്ചതാണ്? കരിമണൽ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഇനി വീണ തൈക്കാട്ടിയിലും എങ്ങനെയാണ് പൈസ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? 1.25 കോടി രൂപയോളം വീണ തൈക്കണ്ടിയിൽ 3 വർഷം കൊണ്ട് മേടിച്ചിട്ടുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന്. അവരുടെ കണക്കുകൾ പ്രകാരം നോക്കുമ്പോൾ 3 വർഷം കൊണ്ട് 1.25 കോടി എന്ന് പറയുമ്പോൾ പ്രതിവർഷം എത്ര കോടി ആവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത്രയും കോടി രൂപ എന്തിന് വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ഒരാളുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തു? ഇതാണ് അറിയേണ്ട ഒരു ചോദ്യം. എല്ലാവരും പറഞ്ഞ് GST അടച്ചിട്ടുണ്ട്. ശരി തന്നെ, പൈസ കിട്ടിയതിന്റെ GST എല്ലാം അടച്ചിട്ട് തന്നെയാണ് വീണ തൈക്കണ്ടിയിൽ ആ ബിസിനസ് ചെയ്തത്. പക്ഷേ ഇതിന്റെ ഒരു എന്തിന് കൊടുത്തു എന്ന് പറയുന്ന ചോദ്യമുണ്ട്. നിങ്ങൾ GST അടയ്ക്കും, നിങ്ങൾ മേടിച്ച പൈസക്ക് നിങ്ങൾ GST അടച്ചോളൂ, ഒക്കെ എല്ലാം ശരി തന്നെ. നിയമപരമായ കാര്യം ശരിയാ. നിയമപരമായി നോക്കുമ്പോൾ നിങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട്, പൈസയ്ക്ക് അനുസരിച്ച് നിങ്ങൾ GST അടച്ചിട്ടുണ്ട്, കാര്യം ശരിയാ. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, എന്തിന് കാര്യം. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നികുതി വെട്ടിപ്പ് നടത്തിയ ഒരു ടീമാണ് ഈ CMRL കമ്പനി, ശശിധരൻ കർത്ത അടക്കമുള്ള. അതിനകത്തുള്ള ഏകദേശം ഒരു 10-11 പേരോളം പ്രതിസ്ഥാനത്തുണ്ട്. അപ്പം എന്തിനാണ് നിങ്ങൾ പണം കൊടുത്തത്? ഇപ്പം ഞാൻ ഇപ്പോൾ ഒരിടത്ത് പോയിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ഞാനൊരു സാധനം പർച്ചേസ് ചെയ്യുന്നു. ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് മാസം തോറും ഇത്ര രൂപ വെച്ച് ഞങ്ങൾക്ക് തരണം. അപ്പം അവർ പറയും സർവീസ്, സെയിൽസ് ആഫ്റ്റർ സർവീസ്, അതിന് വേണ്ടിയിട്ട് സർവീസ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് മാസം തോറും ഞങ്ങൾക്ക് ഇത്ര രൂപ വെച്ച് തരണം. നമ്മൾ ഈ ലാപ്ടോപ്പ് മേടിച്ചതിന്റെയും അതിന്റെ ഇരട്ടി തുകയും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ എൻ്റെ അനധികൃതമായി കുറെ പണമുണ്ട്, ഞാൻ ടാക്സ് അടയ്ക്കാത്ത കുറെ പൈസ ഇരിപ്പുണ്ട്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ പണം മാസം തോറും അവർക്ക് കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ഇതാണ് പ്രശ്നം. അവരാവശ്യപ്പെട്ടില്ല, പക്ഷെ ഞാൻ അവർക്ക് കൊടുത്തോണ്ടിരിക്കുക പണം. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? അവർക്ക് വരുന്ന പൈസയുടെ അവിടെ കൊണ്ട് കാണിക്കുകയും ചെയ്യും. എനിക്കെതിരെ ഒരു കേസ് വരുന്നത്. ഞാൻ മേടിച്ച ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ വെഞ്ചർ എന്നുള്ള നിലയിൽ. അപ്പോൾ വരുമ്പോൾ ഞാൻ ടാക്സ് വെട്ടിച്ചു, ഞാൻ സർക്കാരിനെ പറ്റിച്ചു, നികുതി അടച്ചിട്ടില്ല, ഇൻകം ടാക്സിനെ പറ്റിച്ചു, എല്ലാം എൻ്റെ പേര് കേസ് വന്നു. കേസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഞാൻ ആർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ചോദ്യം വരും. അപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ, എൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഞാൻ ആർക്കൊക്കെ പണം കൊടുത്തു എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അവിടെ കിടക്കുക. ഡീറ്റെയിൽ അവിടെ കിടക്കുമ്പോഴായിരിക്കും അവനോട് ചോദിക്കുന്നത്, നീ എന്തിനാ പൈസ മേടിച്ചത്? അവന് പറയാനൊന്നുമില്ല. ഞാൻ ലാപ്ടോപ്പ് വിറ്റതിന്റെ പുറത്ത് സെയിൽസിന് വേണ്ടി മേടിച്ചു. അപ്പോൾ അയാൾ എത്ര രൂപ തന്നിട്ടുണ്ട്? ലാപ്ടോപ്പിന് എത്ര രൂപ? 1.5 ലക്ഷം രൂപ. ഇപ്പൊ എത്ര രൂപ തിരിച്ചു വന്നിട്ടുണ്ട്? അതിന് 6 ലക്ഷം രൂപ തിരിച്ചു വന്നിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ ഞാൻ കൊടുത്തു, 7 ലക്ഷം രൂപ അല്ലാതെയും കൊടുത്തു. അപ്പൊ മൊത്തം 8 ലക്ഷം രൂപയുടെ മുതൽ 8.5 ലക്ഷം 9 ലക്ഷം രൂപ കൂട്ടിക്കും. ഇതിന്റെ മുതൽ എൻ്റെ കയ്യിലുണ്ട്, കൊടുക്കുകയും ചെയ്യും. ഞാൻ എന്തിനാ വെറുതെ 6 ലക്ഷം രൂപ കൊടുക്കുന്നത്? ആപ്പടെ ഞാൻ പർച്ചേസ് ചെയ്ത 1.5 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പാ, പിന്നെ എന്തിനാ അത്രയും പൈസ ഞാൻ അവിടെ കൊടുക്കുന്നത്? ഇതൊരു സ്വാഭാവികമായ ചോദ്യമാണ്. മേടിച്ച് അവൻ GST ഒക്കെ അടച്ചിട്ടുണ്ടോ? കാര്യം ശരിയാ, പക്ഷെ തെറ്റ് ചെയ്ത ഞാനാണ്. അപ്പൊ ഇതിനകത്ത് കൂട്ടാളിയായി നിന്നു എന്നുള്ളതാണ്. അപ്പം ഒരു പക്ഷേ വീണ ടീക്ക് അറിയാം എന്തിനാണ് ഈ പൈസ എനിക്ക് കിട്ടിയത്. സേവനമൊന്നും തന്നിട്ടുമില്ല. അല്ലെങ്കിൽ ഈ പൈസ മേടിക്കുന്നതനുസരിച്ച് ഇവൻ എല്ലാ മാസവും വന്നിട്ട് എൻ്റെ ലാപ്ടോപ്പ് സർവീസ് ചെയ്ത് അത് അപ്ഡേറ്റ് ചെയ്ത് അവനെല്ലാം ചെയ്തിട്ട് പോകണം. അതെനിക്ക് ബില്ല് കാണിക്കണം. ഇതൊന്നും ഇല്ലാതെ പിന്നെ എന്തിനാണ് വീണ തൈക്കണ്ടി 1.25 കോടി രൂപ മേടിച്ചത്? സ്വാഭാവികമായ ഒരു ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവർക്ക് വേണ്ടത്. എന്തിന്? ഒരു സർവീസ് പോലും ചെയ്യാതെ എന്തിനാണ് ഈ ഇത്രയും തുക മേടിച്ചത്? നിങ്ങൾ GST അടയ്ക്കാതിരിക്കാവുന്ന വിഷയമേ, ഇത് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ശരിക്കും ഈ കേസിനകത്തിലെ എനിക്ക് തോന്നുന്ന ഒരു ത്രെഡ്. ഇത് മാത്രമാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മാസപ്പടി കേസ് എന്ന് വിളിക്കുന്നത്. മാസപ്പടിയായിട്ട് ഇത്ര രൂപ വെച്ച് കൊടുത്തു. ഈ 1.25 കോടി രൂപ എന്ന് പറഞ്ഞാൽ കൊച്ചു തുക വല്ലതും ആണോ? 3 വർഷം കൊണ്ട് ഒരാൾക്ക്, നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ പണിയെടുത്താൽ 3 വർഷം കൊണ്ട് 1.25 കോടി രൂപ നമ്മുടെ അക്കൗണ്ടിൽ കയറുമോ? അതിന് എന്തോരം നമ്മൾ പണിയെടുക്കണം ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു ആയുസ് മുഴുവൻ പണിയെടുത്താൽ പോലും 1.25 കോടി രൂപ നമുക്ക് 3 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്കും. ഒരു പുരുഷായുസ് മുഴുവൻ നമ്മൾ അധ്വാനിച്ചാൽ പോലും കൃത്യമായി ശമ്പളം മേടിച്ച് കൃത്യമായി പിന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ ചെലവ് കഴിച്ച് നമുക്ക് അത്ര ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല, അല്ലേ? എന്നിട്ട് കൂടിയാണ് ഈ കളി കളിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾ ചോദിക്കുമ്പോൾ പിന്നെ ഉത്തരം പറഞ്ഞല്ലേ പറ്റൂ. ഒരു ബിസിനസ് നടത്തി
ശരി, അവർ കാണിക്കാം ഞങ്ങൾ ഇന്ന സർവീസ് CMRL കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. ആ സർവീസ് കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പം പാർട്ടി പ്രതിരോധത്തിലാവുന്നതും പിണറായി വിജയനും മുഹമ്മദ് റിയാസും പ്രതിരോധത്തിലാവുന്നതിന് കാരണമുണ്ട്. തിരുവനന്തപുരത്ത് റെയ്ഡ് നടത്തിയ സമയത്ത് വീണ ടിയുടെ ഒരു ഡയറി കണ്ടെടുത്തു. ഈ ഡയറിയിലെ ഡേറ്റ വെച്ചിട്ട് ഇപ്പൊ പിന്നെ ED അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ റിയാസിന്റെ കോളേജ് കാലഘട്ടം മുതലുള്ള സുഹൃത്തുക്കൾ വരെ ഇതിനകത്ത് കുടുങ്ങുന്ന ലക്ഷണമാണ്. പിന്നെ വീണയുടെ മൊഴിയിൽ പിന്നെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. എന്ത് ചോദ്യം ചോദിച്ചാലും അച്ഛനെ അറിയൂ. ആര് കുടുങ്ങും? സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കുടുങ്ങും. ഇവിടെ അത് ഭർത്താവിനെ അറിയൂ, ഹസ്ബൻഡിനെ അറിയൂ എന്ന് വീണയുടെ മൊഴി വന്നു കഴിഞ്ഞാൽ അടുത്ത ഉത്തരവാദി ആരാണ്? കുറ്റക്കാരൻ ആരാ? ഭർത്താവാണ്. പിന്നെ എന്തിനാണ് ഈ ഷെൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്? ഈ പറയുന്ന ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന ആ കമ്പനിയിൽ എന്തിനാണ് വീണ ടി ഇൻവെസ്റ്റ് ചെയ്തത്? അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട്. അപ്പം എവിടെയൊക്കെയോ പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്, എവിടെയൊക്കെയോ അനധികൃതമായി പണം വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഈ പറയുന്ന 1.25 കോടിയാണോ അതിനപ്പുറത്ത് 2-2.5 കോടിയുടെ കണക്കും വേറെ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് അപ്പൊ ഇതിനകത്ത് ഇവർക്ക് എന്ത് പങ്കുണ്ട്? അതായത് പിണറായി വിജയൻ എന്ത് പങ്കുണ്ട്? മുഹമ്മദ് റിയാസിന് എന്ത് പങ്കുണ്ട്? ഇനി മുഹമ്മദ് റിയാസിലേക്ക് ഫണ്ട് എത്തിയതിനു ശേഷം ഈ ഫണ്ട് മുഹമ്മദ് റിയാസ് തന്റെ സുഹൃത്തുക്കൾ വഴി ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ അന്വേഷണ പരിധി വരികയാണ്. അപ്പൊ ഇങ്ങനെ അന്വേഷണ പരിധിയിൽ വരുന്ന സാഹചര്യത്തിലാണ് ഇവിടെ പാർട്ടി പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പൊ CPM-ന്റെ ഇവിടുത്തെ പ്രവർത്തകരുടെ അവസ്ഥ ആലോചിക്കുക, ന്യായീകരിച്ച് മുടിയുകയാണ്. ഇവരെന്ത് പറയും? ഇവരെ കൊണ്ട് എന്ത് പറയാൻ പറ്റും? ഇത്രയും കോടിക്കണക്കിന് രൂപ ഇതൊന്നും പാർട്ടി ഫണ്ടായിട്ട് വന്നിട്ടില്ല. പണ്ട് SNC ലാവലിംഗ് കേസ് ഉണ്ടായ സമയത്ത് വേണമെങ്കിൽ ന്യായീകരിക്കാൻ പറയായിരുന്നു. ഇതിനകത്ത് 1 രൂപ ഞാൻ എടുത്തിട്ടില്ല എന്ന് പിണറായി വിജയന് ധൈര്യമായിട്ട് പറയാൻ പറ്റുമായിരുന്നു. 1 രൂപ ഞാൻ എടുത്തിട്ടില്ല. SNC ലാവിൽ നിന്ന് കമ്മീഷൻ വന്നിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ മേടിക്കുന്നത് പിന്നെ തെറ്റായ പ്രവൃത്തിയൊന്നും അല്ലല്ലോ. കമ്മീഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് പാർട്ടി ഫണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്, പാർട്ടിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പണം കഴിഞ്ഞു. പാർട്ടിക്കാർ പറയാണ് അദ്ദേഹം അഴിമതി നടത്തിയെങ്കിൽ ആ പൈസ പാർട്ടിയിലേക്കാണ് വന്നിട്ടുള്ളത്. CPM-ന് ഇത്ര ബിൽഡിംഗ് വന്നു, അല്ലെ CPM-ന് അത് വന്നു, ഇത് വന്നു, കഴിഞ്ഞ കാര്യം. ഇതങ്ങനെയല്ല. വീണ ഇപ്പൊ സാധാരണക്കാരനായ ഒരു നേതാവിന്റെ മകളായിരുന്നെങ്കിലും, ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റിയിൽപ്പെട്ട നേതാവിന്റെ മകളാണെന്ന് വെച്ചു, ആ നേതാവിന്റെ മകളായിരുന്നെങ്കിൽ ഇത്രയും ഇങ്ങനെ പോവായിരുന്നു, ഇത്രയും പ്രശ്നത്തിലേക്ക് പോവായിരുന്നു. അല്ലെങ്കിൽ CMRL ഇപ്പൊ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മോളാന്ന് വെച്ചു. വീണ ടി എന്ന് പറയുന്നത് പിണറായി വിജയൻ വലിയ മുഖ്യമന്ത്രി ആയിട്ടില്ല. വീണ ടി എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്, LC സെക്രട്ടറി, കുറച്ചുകൂടെ ബ്രാഞ്ച് അല്ല, LC സെക്രട്ടറി. അങ്ങനെയാണെങ്കിൽ വീണ ടിക്ക് പൈസ കൊടുക്കാൻ CMRL വരുമോ? ആ കുട്ടിക്ക് ഒരു കമ്പനി ഉണ്ടെന്ന്, അപ്പൊ വീണയ്ക്ക് അന്ന് ഒരു കമ്പനി ഉണ്ടെന്ന് വെച്ചോളൂ. പക്ഷെ ഇത്രയും കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന CMRL എന്ന് പറയുന്ന കമ്പനി വരത്തില്ല. അപ്പൊ എന്തുകൊണ്ടാ വന്നത്? മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൾ. ഈ നിലയ്ക്കാണ് വീണ ടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പൊ സ്വാഭാവികമായും ഇത് പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ആകെപ്പാടെ മെനക്കേടുണ്ടാക്കുന്ന ഒരു പണിയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെ റിയാസ് ഒന്ന് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇപ്പം ഞങ്ങളുടെ ആരുടെയും പിന്തുണ ഇല്ലെങ്കിൽ പോലും ഒരു ബിസിനസ് നന്നായി കൊണ്ടുപോകാനുള്ള കഴിവ് വീണയ്ക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസ് പ്രസ്താവന നടത്തിയെന്നുണ്ടെന്ന് ഒരു കാര്യമില്ല. ഇത് കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന കേസാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, രാഷ്ട്രീയമായി പറയാം. പക്ഷേ എന്തിന് പണം വാങ്ങി? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് സേവനം കൊടുത്തു, ആ സേവനം കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ പാർട്ടി പിന്നെ ഈ വീണ ടി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. CMRL പണം മറ്റവരെല്ലാം പാർട്ടി ഫണ്ടിലേക്ക് കൊടുത്തു. ചെന്നിത്തലയ്ക്കെതിരെ കേസ് വന്നിട്ടുണ്ടായി, ചെന്നിത്തല പാർട്ടി ഫണ്ടിലേക്ക് കൊടുത്തു എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്തോ എഴുതി RC പിന്നെ കുഞ്ഞാലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഡയറിക്കകത്തുള്ള പേരുകളാണ്. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? പാർട്ടിയിലേക്ക് കൊടുത്തു, കഴിഞ്ഞു അവരുടെ കേസ്. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് വീണ ടി മേടിച്ചു വെച്ചത്? പാർട്ടിക്ക് ആ ഫണ്ട് കിട്ടിയോ? അപ്പൊ പ്രതിരോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും പാർട്ടിക്കില്ല. CMRL നിന്ന് CPM എന്ന് പറയുന്ന പാർട്ടി ഫണ്ട് സ്വീകരിച്ചതിന് കുഴപ്പമില്ല. വീണ ടി അല്ലെങ്കിൽ ഈ ഫണ്ട് കൊണ്ടുവന്ന് CPM-ന്റെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നതിലും കുഴപ്പമില്ല. പക്ഷേ പാർട്ടി പ്രതിരോധിക്കും. പക്ഷെ ഇത് പാർട്ടിക്ക് പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെ, എവിടേക്ക്, എന്തിന് പണം വാങ്ങി, ഇത് മാത്രം വീണ ടി പറഞ്ഞാൽ മതി. അച്ഛനറിയാം, ഭർത്താവിനറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി.